നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ 3ാമത്തെ അധ്യായമായിട്ടുള്ള പാരലൽ ലൈൻസ് സമാന്തര വരകൾ എന്ന അധ്യായമാണ്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കാം. അടുത്ത ഭാഗം അൺഈക്വൽ ഡിവിഷൻ, അസമഭാഗങ്ങൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പാരലൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് ഈക്വൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ അതിൽ വരയ്ക്കുന്ന എല്ലാ വരകളും ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൽ നോക്കുക, ഈ ഭാഗത്തിൽ 3 പാരലൽ ലൈൻസ് വരച്ചിട്ടുണ്ട്. അത് 3ഉം എന്തല്ല, ഈക്വൽ ഡിസ്റ്റൻസിലല്ല. ഈ പാരലൽ ലൈൻസിനെ ഒരു ലൈൻ വെച്ച് കട്ട് ചെയ്യണത് ഇവിടെ 3, ഇവിടെ 2 എന്ന സെൻറ്റിമീറ്ററുകളായിരിക്കും. അതുപോലെ ഈ പാരലൽ ലൈൻസിൽ മറ്റൊരു വര ചരിച്ച് വരച്ചു കഴിഞ്ഞാലും അതും എന്ത് തന്നെ, ഈ അളവുകൾ എത്രയാണോ അതേ റേഷ്യോയിൽ തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഡിവൈഡ് ചെയ്യുന്നുണ്ടാവുക. ഈ ലംബം അല്ലെങ്കിൽ ഈ പെർപെൻഡിക്കുലർ ലൈന് ഈ സമാന്തര വരകളെ 2:3 എന്ന റേഷ്യോ അഥവാ അംശബന്ധത്തിലാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക, കട്ട് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ ഈ പാരലൽ ലൈൻസിന് ചെരിച്ച് ഒരു വര വരച്ചു കഴിഞ്ഞാലും അത് എത്രയായിരിക്കും, 2:3 എന്ന റേഷ്യോയിൽ. ഇതിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വര വരച്ചു കഴിഞ്ഞാൽ അതെല്ലാം എന്താണ്, 2:3 എന്ന റേഷ്യോയിലാണ് കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ വേണ്ടി പറ്റും, ഈ 3, 2 എന്ന ഈ ഭാഗങ്ങളെ ഇത്രയും ഭാഗത്തിന് ഞാൻ എ എന്നും ഇത്രയും ഭാഗത്തിന് ഞാൻ ബി എന്നും എടുത്തു. അതുപോലെ ഈ ചെരിച്ച് വരച്ച വരയെ പി എന്നും ഈ ഭാഗത്തിനെ ക്യൂ എന്നും എടുത്തു. നമുക്ക് എഴുതാം, റേഷ്യോ ആക്കി എഴുതുമ്പോൾ A:B ഈക്വൽ ടു P:Q. അതായത് A:B-യും P:Qയും ഈ 2 അംശബന്ധങ്ങളും എന്തായിരിക്കും, തുല്യമായിരിക്കും. ഇനി ഇങ്ങനെ അംശബന്ധം മേടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, A/B ഈക്വൽ ടു P/Q. ഈ അംശബന്ധം അല്ലെങ്കിൽ ഈ രീതിയിലായിരിക്കും ഈ പാരലൽ ലൈൻസിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ റേഷ്യോ എന്ത് ചെയ്യുക, ഉണ്ടായിരിക്കുക. അത് നമുക്ക് ഇങ്ങനെ പറയാൻ വേണ്ടി പറ്റും. ഇനി ഇവിടെ 1, 2, 3, 4 പാരലൽ ലൈൻസ് ഉണ്ട്. ആ പാരലൽ ലൈൻസ് 3 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ എന്നീ അളവുകളിലാണ് എന്ത് ചെയ്യണത്, കട്ട് ചെയ്യണത്. ഈ ലൈനിനെ 3, 2, 1 സെൻറ്റിമീറ്ററുകൾ. അതുപോലെ ഇവിടെ ചെരിച്ച് ലൈന് വരച്ചു കഴിഞ്ഞാലും എന്തായിരിക്കും, അതേ റേഷ്യോയിൽ തന്നെ ആയിരിക്കും. അതായത് ഇതിനെങ്ങനെ കട്ട് ചെയ്യണത്, 1:2:3 എന്ന അംശബന്ധത്തിലായിരിക്കും. ഇതും എങ്ങനെ തന്നെ ആയിരിക്കും, 1:2:3 എന്ന അംശബന്ധത്തിലായിരിക്കും. ഇനി ഈ സൈഡിനെ A, B, C എന്ന് ഞാൻ എന്ത് ചെയ്യാണ്, കൊടുക്കുകയാണ്. അതുപോലെ ഇവിടെ P, Q, R എന്ന് കൊടുത്തു കഴിഞ്ഞാൽ A/B ഈക്വൽ ടു P/Q ആയിരിക്കും. എങ്ങനെ എഴുതുക, A:B ഈക്വൽ ടു P:Q. അതിനെ ബൈ ആക്കി എഴുതുമ്പോൾ A/B ഈക്വൽ ടു P/Q. ഇനി B/C ഈക്വൽ ടു Q/R ആയിരിക്കും. B/C ഈക്വൽ ടു Q/R. അതുപോലെ നമുക്ക് ഈ ഭാഗവും ഇതിന് ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇനി ഈ സൈഡും നമ്മൾ എന്ത് ചെയ്യുക, എടുക്കുക. A/B ഇൻറ്റു B/C ഈക്വൽ ടു P/Q ഇൻറ്റു Q/R എന്നെടുത്തു കഴിഞ്ഞ് നമുക്ക് എങ്ങനെ ചെയ്യാം, ഈ ബിയും ക്യാൻസൽ ചെയ്യാം. ഈ ക്യൂവും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ A/C ഈക്വൽ ടു P/R എന്ന റേഷ്യോയിലായിരിക്കും ഈ ലൈൻ എന്ത് ചെയ്യുന്നുണ്ടാവുക, കട്ട് ചെയ്യുന്നുണ്ടാവുക. ഇനി നമുക്ക് മറ്റു രീതിയിൽ എന്ത് ചെയ്ത് നോക്കാം, ഒന്ന് എഴുതി നോക്കാം. ഇവിടെ എഴുതാം, A/B ഈക്വൽ ടു P/Q. അതുപോലെ B/C ഈക്വൽ ടു Q/R. തിരിച്ചും നമുക്ക് A/C
എ ടു സി ഈക്വൽ ടു പി ടു ക്യൂ, പി ടു ആർ എന്ന റേഷ്യോയിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഒരു 3 or more ലൈൻസ് കട്ട് ഇൻ 2 ലൈൻസ് ഇൻ ദ സെയിം റേഷ്യോ. 2 അതിൽ കൂടുതൽ ലൈനുകൾ എന്ത് ചെയ്യണത്, കട്ട് ചെയ്യുന്നതൊക്കെ ഏതിൻ്റെ റേഷ്യോയിലായിരിക്കും, ഒരേ റേഷ്യോയിലായിരിക്കും എന്നാണ് ഇതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് പേജ് നമ്പർ 43 ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചെയ്യാനുണ്ട്. അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കടക്കാം. പേജ് നമ്പർ 43 വർക്കൗട്ട് ചോദ്യമാണ്, ഒന്ന് വായിക്കാം. ഡിവൈഡ് ആൻ 8 cm ലോങ് ലൈൻ ഇൻ ദ റേഷ്യോ 1:2. അതായത് 8 cm നീളമുള്ള വരേനെ എങ്ങനെ 1:2 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുന്നത് എങ്ങനെ? നമ്മോട് പറഞ്ഞിരിക്കുന്നത് 1:2, അതായത് 1:2 എന്ന റേഷ്യോയിൽ ലൈന് എന്ത് ചെയ്യണം, 8 cm വരേനെ എന്ത് ചെയ്യണം, മാറ്റണം. അപ്പോൾ നമ്മൾ ഇതിന് കൂടെ എന്ത് ചെയ്യുക, ഒരു കോൺസ്റ്റൻറ്റ് എക്സ് എന്ന കോൺസ്റ്റൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എക്സ് ടു 2x, 1x ടു 2x എഴുതിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, ബൈ ആക്കിയിട്ട് എഴുതാം. 1x ബൈ 2x എന്ന റേഷ്യോയിൽ എഴുതിക്കഴിഞ്ഞാൽ ഇത് രണ്ടും തമ്മിൽ കൂട്ടി നമുക്ക് എത്ര സെൻറ്റിമീറ്റർ കിട്ടണം, അതായത് 8 cm ലൈനെയാണ് 1 to 2 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കേണ്ടത്. അപ്പോൾ ഞാൻ എഴുതി എക്സ് പ്ലസ് 2x ഈക്വൽ ടു 8. ഒരു എക്സ് കൂടെ 2x കൂട്ടിക്കഴിഞ്ഞാൽ 3x സമം 8. എക്സ് സമം 8/3. എക്സ് എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഭാഗം എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടും. അപ്പോൾ നമുക്കൊന്ന് അടിച്ചു നോക്കാം. 8 ഹരിക്കണം 3, 1 3 3, 2 3 6, 8 6 പോയാൽ 2. അപ്പോൾ എത്ര റേഷ്യോയിലായിരിക്കും അളവ് വരേണ്ടത്, 2 2/3. ഇനി അതുപോലെ നമുക്ക് എന്ത് ചെയ്യണം, 2x, അതായത് 2 എന്ന ഭാഗത്ത് വരുന്ന നീളം എത്രയെന്ന് കണ്ടുപിടിക്കാൻ 2x ആണ്. അപ്പോൾ നമുക്ക് കൊടുക്കാം 2 × 2x. എക്സ് എത്രയാണ്, 2 2/3. ഇനി നമുക്കിത് ഗുണിച്ച് നോക്കാം. ഗുണിക്കുമ്പോൾ 2 × 3 6, 6 + 2 8 എന്ന് വരും. അപ്പോൾ 2 × 8/3, 2 × 8 16/3. ഒന്ന് ഹരിച്ച് നോക്കാം. 16 ഹരിക്കണം 3, 3 5 3 15. 16 15 പോയാൽ ബാക്കി 1. അപ്പോൾ 5 1/3, 5 1/3 ആയിരിക്കും ഈ സെക്കൻഡ് ഭാഗത്തിൽ, അതായത് 2 എന്ന റേഷ്യോയിൽ വരുന്ന ഭാഗത്തിൽ വരുന്ന അളവ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് 8 cm വരേനെ എത്ര തുല്യ ഭാഗങ്ങൾ 1:2 എന്ന റേഷ്യോയിൽ കട്ട് ചെയ്യാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, 8 cm ലൈനിൽ ഒരു വര വരയ്ക്കുക. 8 cm ലൈനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വര വരയ്ക്കാം. 8 cm ലൈനിൽ ഒരു വര വരയ്ക്കാം. അപ്പോൾ തന്നെ നമ്മൾ അളവ് എഴുതി വയ്ക്കുക 8 cm. ഈ വരേനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, 2 തുല്യ ഭാഗങ്ങൾ ആക്കേണ്ടത്. നമ്മളോട് 1 to 2 എന്ന റേഷ്യോയിലാണ് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് വരയ്ക്കും നല്ല ചെറുതായ കാരണം നമ്മൾ എന്ത് ചെയ്തിൻ്റെ ഇരട്ടി എടുക്കുക. 1ൻ്റെ ഇരട്ടി എത്രയാണ്, 2, 2ൻ്റെ ഇരട്ടി എത്രയാണ്, 4. ഈ റേഷ്യോയിൽ നമുക്ക് ഇവിടുത്തെ ലൈൻ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ച പോലെ തന്നെ ഒരു വര ചെരിച്ചിട്ട് എന്ത് ചെയ്യുക, വരയ്ക്കുക. ശേഷം 2 അതുപോലെ 4 എന്ന അളവിൽ 2 പോയിന്റുകൾ മാർക്ക് ചെയ്യുക. 2 4 2 4 സ്കെയിൽ ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്താലും മതി. 2 അതുപോലെ 4 സെൻറ്റിമീറ്ററിൽ മാർക്ക് ചെയ്യുക. ഇവിടെ 2 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ. ശേഷം ഈ 2 പോയിൻറ്സും സ്കെയിൽ ഉപയോഗിച്ചിട്ട് കൂട്ടി വരയ്ക്കുക. എന്താ ചെയ്യേണ്ടത്, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഈ ലൈനിനോട് സെറ്റ് സ്ക്വയർ ചേർത്ത് വെച്ച് സ്കെയില് മൂവ് ചെയ്യിക്കാതെ ഈ സെറ്റ് സ്ക്വയർ എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക. ശേഷം ഈ പോയിന്റും ഈ ലൈനും തമ്മിൽ എന്ത് ചെയ്യുക, കൂട്ടി യോജിപ്പിക്കുക. നമുക്കപ്പം ഇനി എന്ത് എഴുതാൻ പറ്റും, ഈ അളവുകൾ ഇത് 2 4, 2 എന്ന് പറഞ്ഞാൽ 1ൻ്റെ ഇരട്ടിയാണ്. അതായത് ഇത് ഒരു ഭാഗവും ഇത്
രണ്ട് ഭാഗത്തിൻ്റെയും റേഷ്യോ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ അളവുകൾ കിട്ടി. ഇത് എത്രയായിരുന്നു? 2 2/3. അതുപോലെ ഈ അളവ് എത്രയായിരിക്കും? 5 1/3. മൊത്തം 1:2 എന്ന റേഷ്യോയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ലൈൻസിനെ കട്ട് ചെയ്യാൻ വേണ്ടി പറ്റി. ഇതാണ് പേജ് നമ്പർ 43 ഒന്നാമത്തെ ചോദ്യം. പേജ് നമ്പർ 44 ഒരു ചോദ്യം ചെയ്യാനുണ്ട്. ഡ്രോ എ റെക്ടാങ്കിൾ ഓഫ് പെരിമീറ്റർ 30 cm ആൻഡ് ദ സൈഡ് ഇൻ ദ റേഷ്യോ 5:3. ചുറ്റളവ് 30 സെന്റിമീറ്ററും വശങ്ങളുടെ അംശബന്ധം 5:3 ആയ ചതുരം വരയ്ക്കുക. നമ്മളോട് എന്തിനാണ് പഠിക്കുന്നത്? ചതുരം വരയ്ക്കണം. വശങ്ങളുടെ അംശബന്ധം 2:3 ആവണം. അപ്പോൾ ഇത് നീളം, ഇത് വീതി. ആ അംശബന്ധമാണ് 5:3. നീളങ്ങൾ നമുക്കറിയില്ല. അപ്പം നീളം കണ്ടുപിടിക്കാൻ പെരിമീറ്റർ എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 30. ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. പെരിമീറ്റർ ഈക്വൽ ടു 2 × L+B. പെരിമീറ്റർ 30 സമം 2 × L+B. ഈ × 2 ഇങ്ങോട്ട് പോകുമ്പോൾ ബൈ 30/2 സമം L+B. 30ൻ്റെ പകുതി 15 സമം L+B. ഇതിൻ്റെ അർത്ഥം എന്താണ്? നീളം വീതിയും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം? 15 സെൻറ്റിമീറ്റർ കിട്ടണം. നീളവും വീതിയും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 15 സെൻറ്റിമീറ്റർ. അവയുടെ റേഷ്യോ എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 5:3. അതായത് 5x + 3x കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 15 കിട്ടണം. അപ്പോൾ 5x കൂടെ 3x കൂട്ടിയ 8x സമം 15. x സമം 15/8. ഇനി എന്ത് ചെയ്യുക? 15നെ 8 ഹരിച്ച് നോക്കുക. 15 ഹരിക്കണം 8. ഒരു 8 2 8 16. അപ്പോൾ ഒരു 8. ഇനി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 15ന് 8 പോകണം. ഇങ്ങനെ ഹരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെ കിട്ടുക? 17/8. അപ്പം അതിൻ്റെ പകരം എന്ത് ചെയ്യുക? ഈ എക്സിനെ അതുപോലെ നിർത്തുക. എക്സ് അതുപോലെ നിർത്തിയിട്ട് നമുക്ക് 5x 3x ഇവയാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് നീളവും വീതിയും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 15. അപ്പോൾ ഇത് നീളം, ഇത് വീതി. അപ്പോൾ ഞാൻ എടുക്കുകയാണ് L = 5x എന്നാണ്. അപ്പോൾ 5 × 15/8 നേരിട്ട് എന്ത് ചെയ്യാം? കൊടുക്കാം. ഇനി നമുക്ക് 15ഉം 5ഉം തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ 75/8. ഇനി എന്ത് ചെയ്താൽ മതി? അടിച്ചോക്കാം. 75 ഹരിക്കണം 8. ഒരു 8 8 2 8 16. 9 8 72. 75ന്ന് 72 പോയി കഴിഞ്ഞാൽ 3. നമുക്ക് നീളം കിട്ടി. എത്രയാണ് നീളം? 9/3/8. 9/3/8 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് ഇതുപോലെ എന്തും കണ്ടുപിടിക്കണം? വീതിയും കണ്ടുപിടിക്കണം. വീതി കണ്ടുപിടിക്കാൻ എന്തായിരുന്നു? ബി എന്ന് പറഞ്ഞാൽ 3x. അപ്പോൾ 3 × 15/8. 3ഉം 15ഉം തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ 45/8 എന്ന് കിട്ടും. ഒന്ന് ഹരിച്ചു നോക്കാം. 45 ഹരിക്കണം 8. 8 ഹരിക്കുന്ന സമയത്ത് 5 × 8 40. 45 40 പോയി കഴിഞ്ഞാൽ ബാക്കി 5. നമുക്ക് കിട്ടി 5 5/8. 5 5/8 സെൻറ്റിമീറ്റർ എന്ന് വീതി കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ചിത്രം വരയ്ക്കാൻ വേണ്ടി പോവാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യേണ്ടത്? അതായത് 8 സെൻറ്റിമീറ്റർ വരേനെ നമുക്ക് എന്ത് ചെയ്യാം? തുല്യ ഭാഗങ്ങളാക്കാം. അതായത് 5:3 അല്ലേ? ആ റേഷ്യോനെ കൂട്ടുക. 5 + 3 എത്രയാണ്? 8. 8 സെൻറ്റിമീറ്ററിൽ വരച്ച ശേഷം അവയെ 5:3 എന്ന അംശബന്ധത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് 5x + 3x കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം എന്നറിയാം? 15 കിട്ടണം എന്നറിയാം. അപ്പോൾ ആദ്യം 15 സെൻറ്റിമീറ്ററിൽ ഒരു വര വരയ്ക്കുക. ശേഷം എന്ത് ചെയ്യുക? ഒരു ആംഗിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ചെറുതാക്കരുത്, നല്ല വലുതാക്കാതെ ഒരു ലൈൻ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. ശേഷം അവയെ 5:3 എന്ന അംശബന്ധത്തിലാണ്. അപ്പോൾ ആദ്യം സ്കെയിൽ വെച്ച് 5 സെൻറ്റിമീറ്ററിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. 5 സെൻറ്റിമീറ്ററിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. അതുപോലെ 5 സെൻറ്റിമീറ്ററിന് എഴുതുക. ഒപ്പം
ഇവിടെ 3 സെൻറ്റിമീറ്ററിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക, 3 സെൻറ്റിമീറ്റർ. ഇനി എന്ത് ചെയ്യുക, സ്കെയിലും പ്രൊട്ടാക്ടറും ഉപയോഗിച്ചിട്ട് ആദ്യം ഈ 2 പോയിൻറ്റ്സ് കൂട്ടി യോജിപ്പിക്കുക. ശേഷം ഈ ലൈനിനോട് സെറ്റ് സ്ക്വയർ ചേർത്ത് വെച്ച് സ്കെയിൽ മൂവ് ചെയ്യിപ്പിക്കാതെ സെറ്റ് സ്ക്വയർ എന്ത് ചെയ്യുക, മൂവ് ചെയ്യിപ്പിക്കുക. ഒന്നുകൂടി വെച്ച് നോക്കാം. സ്കെയിൽ മൂവ് ചെയ്യാണ്ട് സെറ്റ് സ്ക്വയർ എന്ത് ചെയ്യുക, മൂവ് ചെയ്യിപ്പിക്കുക. ശേഷം യോജിപ്പിക്കുക. അപ്പോൾ നമുക്ക് കിട്ടി 5:3 എന്ന അംശത്തിൽ നമുക്ക് ഈ ലൈൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. ഈ താഴെ ലൈന് ലെങ്ത്ത് ഈ 2 നമുക്ക് അളവുകൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു, നീളം വീതിയും. നീളം 9:3/8 സെൻറ്റിമീറ്ററും ഈ സൈഡ് 5:5/8 സെൻറ്റിമീറ്ററുമാണ്. നമ്മളോട് എന്ത് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, ചതുരാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വളയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ടോ പ്രൊട്ടാക്ടർ ഉപയോഗിച്ചിട്ട് ഒരു പെർപെൻഡിക്കുലർ എന്ത് ചെയ്യുക, നീട്ടി വരയ്ക്കുക. ഇവിടെ അതുപോലെ എന്ത് ചെയ്യുക, 90 ഡിഗ്രി അല്ലെങ്കിൽ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് എന്ത് ചെയ്താലും മതി, വരച്ചാലും മതി. നീട്ടി വരയ്ക്കുക. 90 ഡിഗ്രി എടുത്തിട്ട് നീട്ടി വരയ്ക്കുക. ശേഷം കോമ്പസ് എടുത്ത് നമുക്ക് നീളം ഇതെന്നറിയാം, വീതി ഏതായിരിക്കും, വീതി ഇത്. ഇനി കോമ്പസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, അളവ് എന്ത് ചെയ്യുക, അളന്നെടുക്കുക. അതിന് വേണ്ടിയിട്ട് കോമ്പസ് എടുക്കുക. ഈ അളവ് എന്ത് ചെയ്താൽ മതി, അളന്നെടുത്ത ശേഷം ഈ 2 സൈഡിലും ആർക്ക് വരയ്ക്കുക. ഇവിടെ വെച്ചിട്ട് ഒരു ആർക്ക് ഇങ്ങോട്ടും, ഇവിടെ വെച്ചിട്ട് ഒരു ആർക്ക് ഇങ്ങോട്ടും. ഇവിടെ കുറവാണ്, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. ഇനി ഈ 2 അളവുകളും എന്തായിരിക്കും, ഒരേ അളവായിരിക്കും. ഇതേ അളവ് തന്നെയാണ് ഇവിടെയും വരിക. അപ്പോൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് രണ്ടും തമ്മിൽ എന്ത് ചെയ്യുക, കൂട്ടി യോജിപ്പിക്കുക. ഇതായിരിക്കും പെരിമീറ്റർ 30 വരുന്ന ചതുരം എന്ന് പറഞ്ഞാൽ. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. പേജ് നമ്പർ 45 ഒരു ചോദ്യം കൂടിയുണ്ട്. ചുറ്റളവ് 10 സെൻറ്റിമീറ്റർ, വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം 2:3:4 ആയ ത്രികോണം വരയ്ക്കുക. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ 10 സെൻറ്റിമീറ്റർ ആൻഡ് ദ റേഷ്യോ ഓഫ് ദി സൈഡ്സ് 2:3:4. ആയി നമുക്ക് പെരിമീറ്റർ, ഈ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എത്രയെന്നാണ് പറഞ്ഞിരിക്കുന്നത്, 10 സെൻറ്റിമീറ്റർ. റേഷ്യോ, സൈഡുകൾ റേഷ്യോ 4, പിന്നെ ഇതൊക്കെ 2, 3, 4, 2, 3, 4 ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആ സൈഡുകളുടെ നീളം കണ്ടെത്തണം. നമുക്കറിയാം 4x + 3x + 2x കൂട്ടിക്കഴിഞ്ഞാൽ 10 കിട്ടണം. 4ഉം 3ഉം 2ഉം തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 9x = 10, x = 10/9 എന്ന് കിട്ടും. നമ്മൾ ഓരോ വശങ്ങളുടെയും നീളങ്ങൾ കണ്ടെത്താൻ ആദ്യം 4x ആണ്. 4 × 10/9, 4 × 10 40, 40/9. അത് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എത്ര കിട്ടും, 4/9 എന്ന് ഉത്തരം കിട്ടും. ഇനി 3x ചെയ്ത് കഴിഞ്ഞാൽ 3 × 10/9 ചെയ്ത് കഴിഞ്ഞാൽ 30/9, ഹരിച്ച് കഴിഞ്ഞാൽ 3/9. ഇനി 2x, അപ്പോൾ 2 × 10/9 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 20/9 = 2/9 എന്ന് നമുക്ക് ഓരോ വശങ്ങളുടെയും നീളങ്ങൾ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അത് റേഷ്യോ കട്ട് ചെയ്യുമ്പോൾ എത്ര സെൻറ്റിമീറ്ററാണ് കട്ട് ചെയ്യേണ്ടത് നോക്കണം. അപ്പോൾ ആദ്യം 2 + 3 + 4 തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 9 എന്ന് കിട്ടും. അപ്പോൾ 9 സെൻറ്റിമീറ്റർ വര വരച്ച് അതിനെ 2, 3, 4 എന്ന റേഷ്യോയിലുള്ള വശങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിനായിട്ട് ആദ്യം പെരിമീറ്റർ എത്രയെന്നാണ് പറഞ്ഞിരിക്കുന്നത്, 10 സെൻറ്റിമീറ്ററിൽ ആദ്യം എന്ത് ചെയ്യുക, ഒരു വര വരയ്ക്കുക. 10 സെൻറ്റിമീറ്ററിൽ ഒരു വര വരച്ചു.
ശേഷം നമ്മൾ ആംഗിൾ എന്ത് ചെയ്യാൻ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുല്യ ഭാഗങ്ങളാക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈൻ എന്ത് ചെയ്യാണ് ചെരിച്ച് വരയ്ക്കുക. ശേഷം അതിനെന്താണ് 2, 3, 4. അപ്പോൾ 2, 3, 4 എന്ന അളവുകൾ എന്ത് ചെയ്യുക മാർക്ക് ചെയ്യുക. 2, 3, 4. അപ്പോൾ ആദ്യം 2, പിന്നെ 3, 2, 3, ഇനി 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. ഇനി ഈ 2 പോയിന്റുകളും എന്ത് ചെയ്യുക, ആദ്യം കൂട്ടി യോജിപ്പിക്കുക. സ്കെയിൽ എടുക്കുക. സ്കെയിൽ മൂവ് ചെയ്യിപ്പിക്കാതെ ഈ ലൈനോട് ചേർത്ത് വെച്ച് പെർപെൻഡിക്കുലർ വെച്ച് എന്ത് ചെയ്യുക, വരകൾ വരയ്ക്കുക. എന്ത് ചെയ്യാം, വരയ്ക്കാം. സ്കെയിൽ എന്ത് ചെയ്യണ്ട, മൂവ് ചെയ്യിപ്പിക്കണ്ട. മൂവ് ചെയ്ത് അങ്ങനെ ഒപ്പം നീക്കി പോകണം. ഇനി എന്ത് എടുത്ത് മാറ്റാനൊന്നും നിൽക്കണ്ട. അപ്പോൾ ആദ്യം 4 സെൻറ്റിമീറ്ററിൽ എന്ത് ചെയ്യുക, അടുത്തത് 2 ഇവിടുത്തെ ഈ പോയിന്റിൽ എന്ത് ചെയ്ത് മാർക്ക് ചെയ്ത് 3 ഭാഗങ്ങളാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, മുറിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഓരോ അളവുകൾ എത്രയും ആദ്യം 4x ചെയ്തപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്, 4, 4/9. ഇത് 2, 3, 4. അപ്പോൾ ഈ ഭാഗത്തിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ 2, 2/9. അടുത്തത് 3, 3/9. ഈ ഭാഗം 4, 4/9 സെൻറ്റിമീറ്റർ വീതമായിരിക്കും ഉണ്ടാവുക. നമുക്ക് എന്ത് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, ത്രികോണം വരയ്ക്കാൻ. അപ്പോൾ ഈ ഭാഗം ബേസ് ആക്കിയിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യാൻ പോവാണ്, വരയ്ക്കാൻ പോവുകയാണ്. ആദ്യം ഞാൻ എന്ത് ചെയ്തു, ഈ അളവ് കോമ്പസിൽ അളന്നു. ശേഷം ഇവിടെ നിന്ന് ഒരു ആർക്ക് വരച്ചു. ഇനി ഈ ചെറിയ അളവ് അളക്കുക. ഇവിടെയും ഒരു ആർക്ക് വരയ്ക്കുക. രണ്ടും തമ്മിൽ എന്ത് ചെയ്യുക, കൂട്ടി യോജിപ്പിക്കുക. കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ത്രികോണം കിട്ടും. ഇതാണ് ഈ ഭാഗത്ത് വരുന്ന വർക്കൗട്ട് ചോദ്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിൽ പേജ് നമ്പർ 46 വരുന്ന ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. എല്ലാവരും വരച്ച് തന്നെ പഠിക്കണം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബായ്.